ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ആദ്യമാണ് എൻ്റെ ലോങ് വ്ലോഗൊക്കെ. ഗോവയ്ക്ക് പോയിട്ട് ഉള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രെയിനിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ട്രെയിൻ ഒരു 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന് തോന്നുന്നു. പാട്ട് പഠിക്കണായി എന്നാ കൊഞ്ചും ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ജിസ. ഹായ് കൊടുക്കും എല്ലാവർക്കും. നീര് നോക്കി നോക്കാം. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ഷീന മിസ്. ഇതാ കൊച്ചിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ HOD പൂർണിമ മിസ്. അപ്പോൾ ഗായ്സ്, ഇതാണ് സാറാണ്. അപ്പോൾ നമ്മളെ ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. സാറിനെ ഹായ് പറയും. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. ആസിഫിന് മൈക്ക് കൊടുക്കരുതെന്ന് പറയണം. ശരിയാവില്ല കേട്ടോ. ട്രെയിൻ ഓടിക്കുന്ന ആളുടെ വരെ ശ്രദ്ധ വെച്ചാൽ ഇന്ന് നിന്നെയൊക്കെ വെട്ടിയരിഞ്ഞ് ഞാൻ എന്റെ വാഴയ്ക്ക് വളവിടും. ഇതാണ് ഗൗതമി. അത് ക്ലാസ്സിലെ ഡാൻസറൊക്കെയാണ്. കുറേ കഴിവുകളുള്ള കുട്ടിയാണ്. അംബാനിയേക്കാൾ മണ്ണിൽ പണക്കാരൻ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ.
ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഈ ജനലക്ക് നിന്നപ്പോഴാണ് എൽസിനൊരു ആശയം തോന്നിയത്. മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡോറുകൾ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറെ കൂടെ സെക്യൂരിറ്റി ഫീച്ചർ നല്ല അപ്പൊ ആൾക്കാർക്ക് അത് കുറെ കൂടെ ഉപകാരമായിരിക്കും. കാരണം അപ്പൊ കൊച്ചു പിള്ളേരെ പറ്റി ഓർക്കും അങ്ങനത്തെ കാര്യങ്ങൾ. വളരെ നല്ല അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതെ അതെ, കുഞ്ഞി പിള്ളേരൊക്കെ ചാടിപ്പോകാൻ വഴിയുണ്ട്. ഇവനെ പോലത്തെ ബുദ്ധിയില്ലാത്തവരൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കൈകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് തുറന്നു വരും. കാറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ BCI പിള്ളേർ ഉയർത്തുന്ന ഒരു സംശയ ചോദ്യമാണിത്. ഇന്ത്യൻ റെയിൽവേ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം നന്നായിട്ട് കുഞ്ഞു ഏയ് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പിള്ളേരുടെ വൈബിൽ പോണേ. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും. ചെറുത് ചൂട തന്നെയാണ്. അതായി വരെ മീൻ നമ്മുടെ കേരളത്തിലെ ടിപ്പുണ്ട്. കാസർഗോഡിന്റെ ലാസ്റ്റ് ഉള്ളാളി കഴിഞ്ഞിട്ട് അവിടെ മുതൽ നിങ്ങൾ ഇങ്ങനെ പോകണം. സമയമുണ്ടല്ലോ, ഇനിയും വരാം. ഇപ്പൊ ഞങ്ങൾ കേട്ടില്ലേ? ആ ഒരു കാട് ഏരിയ ഡാണ്ടിലി എന്നല്ല, നമ്മളിപ്പോ തിരിഞ്ഞു വന്നല്ലേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള ബ്രിഡ്ജൊക്കെ ഉള്ള അത് അവിടെ ചിക്മംഗളൂർ, അവിടെ ചിക്മംഗളൂർ പിന്നല്ലാണ്ട് മലയാളികളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചോദിച്ചില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചോദിച്ചു നോക്കാം എല്ലാവരുടെ ഫസ്റ്റ് അയാളെ തന്നെ പറയട്ടെ. പറഞ്ഞാ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള മനുഷ്യരുണ്ട്. നമ്മുടെ ഒത്ത് ഡാൻസ് കളിക്കാനും അതുപോലെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരാനും ആ ടീച്ചർ നല്ലോണം സഹകരിച്ചു. അടുത്തതായിട്ട് നമ്മുടെ കൂടെ വന്ന ഏറ്റവും ഇളയ പയ്യനോട് കൊച്ചച്ഛനടുത്ത് പറയുന്നതാണ്. വാക്കുകളില്ല. ആദ്യമായിട്ടാണ് ഇവൻ എറണാകുളം വിട്ട് പുറത്തു വരുന്നത്. ഇനി എൽസൺ പറയുന്നു. ടീച്ചർ അടിപൊളിയായിരുന്നു, വേറെ ഒന്നും പറയാനില്ല. ആശിക്ക് എന്തെങ്കിലും പറയാം. നാട്ടുകാരെ കാണാൻ പറ്റി, കൊറേ സംഭവങ്ങൾ കാണാൻ പറ്റി, കൊറേ വളരെ നല്ല മനുഷ്യനായിരുന്നു, നല്ല സഹകരണമായിരുന്നു. എന്തൊക്കെ കാര്യം സഹകരിച്ചു ടീച്ചർ. അത് വേണ്ട
നമ്മൾ പാട്ട് വെച്ച് സഹായിച്ചു, തുള്ളാൻ സഹായിച്ചു. ആ കുറ്റമൊന്നും പറഞ്ഞില്ല. മറ്റേ ട്രെയിനിന്റെ യാത്ര എക്സ്പീരിയൻസ് ട്രെയിനിൽ യാത്ര അത്ര സെറ്റല്ല, നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഒരു 9 മണിക്കൂർ യാത്ര ദീർഘമേറിയത് കൊണ്ടാണോ? അതല്ല, ഇതിനൊക്കെ യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഒരു സുഖമില്ല എന്ന് എനിക്ക് തോന്നി. യെസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ട് മന്ത്രി ഇങ്ങനെ ട്രെയിൻ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് തമിഴിൽ ഇടണം കേട്ടോ. ചോദ്യം ചെയ്ത് യുവാവ്. അതെ, ട്രെയിൻ ഓക്കെ ആയിരുന്നു. ബട്ട് എന്തോ ഒരു കംഫോർട്ടബിൾ അല്ലായിരുന്നു. കയറിയ ഒരു വൈബ് കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു വൈബ് കിട്ടിയ ട്രെയിനിൽ. എന്തൊക്കെയായിരുന്നു ഉദ്ദേശിച്ച വൈബ്? ട്രെയിന് നമ്മൾ ഉദ്ദേശിച്ച വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ മാത്രം ഉണ്ടാവുക, ഓക്കെ, നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ കുറച്ചുപേര് ഇവിടെ കുറച്ചുപേര് അപ്പുറത്ത് അങ്ങനെയായിരുന്നു. നമ്മൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് നൈസായിട്ട് പോയായിരുന്നു. നമ്മളെ എല്ലാവരും നൈസായിട്ട് അടിച്ച് പൊളിച്ചായിരുന്നു. പൊളിഞ്ഞെടുക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് സുദിനെ പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. നീ നോക്ക്, കല്ലും മണ്ണും കമ്പിയും മാത്രം. ഒരു അമേരിക്കയിലെ പോലെ നിരപ്പായ റോഡ് ഒക്കെ വരണം ഞാൻ പറയുകയാണെങ്കിൽ, അല്ലേ? പിന്നെ ട്രെയിൻ അഞ്ചാം ക്ലാസ്സിലെങ്ങാണ്ട് ഓർമ്മയില്ലാത്ത സമയത്ത് കണ്ട കേട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കംഫോർട്ട് അല്ലായിരുന്നു. കാരണം സ്ലീപ്പറിലൊക്കെ ആ ടൈമിലേക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കംഫോർട്ട് അല്ലായിരുന്നു. പിന്നെ സ്ലീപ്പറിലാവുമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് ആ സമയത്താണെങ്കിൽ ഗുരുവായൂർക്ക് പോയതാ. അല്ലാതെ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം അവിടെ ഇരുന്നു. ഞങ്ങളുടെ വീട്ടില് കുറെ പേര് അവിടെ ഇരുന്നു, കുറെ പേര് ഇവിടെ ഇരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ സീറ്റ് കിട്ടിയത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വൈകുന്നേരം കണ്ടാണ് ഇവിടെ കയറിയിട്ട് തോന്നുന്നത്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൈബായിരുന്നു. കാരണം പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളാണ് റിസർവ്ഡ് ഒരു കോച്ചിൽ റിസർവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ വന്ന് കയറി നമ്മളെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആൾക്കാർ കുറേ ആൾക്കാർ കയറി വന്ന് വരുന്നത് അൺകംഫർട്ടബിൾ ആക്കി. പിന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വേറെ കോച്ചിൽ സെപ്പറേറ്റ് ഇരുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറെ പഴശ്ശിരാമിന് 2-3 പ്രാവശ്യം പോയിട്ടുമുണ്ട്. സ്ലീപ്പർ കോച്ചിലെ ഇരുന്നിരുന്നു. ട്രെയിൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ നേരം വെറുതെ ഇരുന്നു. പേജേഴ്സായും സംസാരിച്ച് സൗണ്ട് ഒക്കെ പോയി തുടങ്ങി. 9 മണിക്കൂർ യാത്ര നിങ്ങളെ മടുപ്പിച്ച? കുഴപ്പമില്ല, ഓക്കെ ഓക്കെയാ. നല്ലതായിരുന്നു, സുഖമായിരുന്നു. എന്തോ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ആളിലായിട്ട് ഒരൊന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. നല്ല നല്ല കാഴ്ചകൾ ഞാൻ കണ്ടു, കുറെ നേരം എൻജോയ് ചെയ്തു, കുറച്ച് നേരം ഉറങ്ങി. മൊത്തത്തില് ഞാൻ ഓക്കെ. യാത്ര നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ് യാത്ര. പൂജ യാത്രയെ പറ്റി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. വിചാരിച്ചതിലേക്കാളും അടിപൊളിയായിരുന്നു. എല്ലാരും വൈബാണ്. പറയൂ, എങ്ങനെയുണ്ടാവുന്ന യാത്ര? പറയൂ. ടീച്ചർ അടിപൊളിയാണ്, നമ്മുടെ മച്ചാനാണ്. വീഡിയോ ഓണാണോ? ട്രിപ്പിനെ പറ്റി 2 വാക്ക്. സൂപ്പർ. എടീ മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. ബിനോട് ഇനി പറയണ്ട. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? തുടക്കം യാത്ര 9 മണിക്കൂർ യാത്ര മടുപ്പിച്ചോ? മിസ് ഇപ്പോഴും യൗവനത്തിന്റെ പടുകയിലാണെന്ന് മിസ്സിന്റെ എനർജറ്റിക് ആയ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ലേ വേണ്ടേ? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടിയില്ലേ? മിസ് ഇപ്പോഴും ഞങ്ങളെ പോലെ മധുര 20-ലാണെന്ന് ഞങ്ങൾ കിട്ടുമായിരിക്കും. എങ്ങനെയാണ് ട്രിപ്പ്? ഗംഭീരം, ഘടഗംഭീരം. ഉറങ്ങി.
സാർ 9 മണിക്കൂർ യാത്ര സാറിനെ പഠിപ്പിച്ചോ? ചെറിയ പഠിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയല്ലേ നമ്മൾ പൊളിക്കാൻ പോകുന്നത്, കുഴപ്പമില്ല. സീന മിസ് ട്രിപ്പിനെ പറ്റി 2 വാക്ക്, തുടക്കത്തിന്റെ ആരംഭത്തിനെ പറ്റി. നല്ലതാണ്. ബാക്കി കഴിയുമ്പോ ബാക്കി പറയാം. എന്താണ് പറയാനുള്ളത്? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര നല്ലതായിരുന്നോ? ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ബാംഗ്ലൂർ സ്ഥലം എത്തിയേക്കുവാണ്. അപ്പോൾ യാത്രയൊക്കെ രസമായിരുന്നു. ആ വീഡിയോ കണ്ടേ പോലെ അവരൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര വൈബായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഗോവയുടെ ഫസ്റ്റ് ഡേ അപ്പോൾ തീരാൻ പോവാണ്. യാത്ര തീർന്നിട്ടില്ല. അപ്പോൾ ഇനി നൈസ് ഒരു വൈബാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പറാണ്, സൂപ്പർ. ഇനിയിപ്പോൾ ഓണായിരിക്കുകയാണ്, ട്രിപ്പ് ഓണായി. ഹലോ ഗായ്സ്, അപ്പോൾ ഇനി നമ്മൾ ബസ്സിൻ്റെ ആക്കാണ് കാണാൻ പോകുന്നത്. പോവാം. ഹായ് സുഹൃത്തുക്കളെ. ഹലോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ച് ഇനി അപ്പോൾ നാളെയാണ് മെയിൻ ഡണ്ടേലി.